ലോകത്തെ കരുത്തുറ്റ സൈനിക ശക്തികളിലൊന്നായി ഇന്ത്യയെ അടയാളപ്പെടുത്തിയ യുദ്ധമായിരുന്നു 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. പാകിസ്ഥാനെ രണ്ടായി മുറിച്ച, അതായത് ഈസ്റ്റ് പാകിസ്ഥാനെന്നും വെസ്റ്റ് പാകിസ്ഥാനെന്നും അങ്ങനെ ബംഗ്ലാദേശിന് രൂപം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു അത്. ഡിസംബർ 3 ഔദ്യോഗികമായി ആരംഭിച്ച യുദ്ധം ഡിസംബർ 16 പാകിസ്ഥാൻ്റെ പൂർണ്ണമായ കീഴടങ്ങലോടെയാണ് അവസാനിച്ചത്. ഈ ഒരു യുദ്ധത്തിൽ വളരെ ധീരോദാത്തമായ പോരാട്ടമാണ് ഇന്ത്യൻ സൈന്യം നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ ആർമിയും ഒരുമിച്ച് ഇതേപോലെ പങ്കെടുത്ത ഒരു യുദ്ധം അതിനുശേഷം ഉണ്ടായിട്ടില്ല. നേരത്തെ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് ബ്രേവ് ഇന്ത്യ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചത് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ സാറായിരുന്നു. അദ്ദേഹം 1971 യുദ്ധത്തെക്കുറിച്ച് വിശദമായി ബ്രേവ് ഇന്ത്യയോട് സംസാരിക്കുകയാണ്. അന്നത്തെ നമ്മുടെ സൈനികരുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിൻ്റെയും എന്തുകൊണ്ട് ഇങ്ങനെയൊരു യുദ്ധമുണ്ടായി, അതിൻ്റെ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 48, 62, 65, 71, 99 കാർഗിൽ ഉൾപ്പെടെ. പക്ഷേ അതിൽ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നൊരു യുദ്ധമായിരുന്നു. അതൊരു വലിയ യുദ്ധമായിരുന്നു 1971 യുദ്ധം. അപ്പോൾ അതിപ്പോഴും, അതായത് ഡിസംബർ 16 നമ്മൾ വിജയദിനമായി ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെയും അന്നത്തെ ബംഗ്ലാദേശിൻ്റെ അങ്ങനെ ഒരു രാജ്യം ഉണ്ടായതിൻ്റെയും ഒക്കെ പ്രാധാന്യം നമുക്ക് ഇന്ന് കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. കാര്യം ബംഗ്ലാദേശുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് അന്നത്തെ യുദ്ധം, അതിൻ്റെ ഒരു പ്രാധാന്യം ഇന്ത്യയുടെ ചരിത്രത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അന്നത്തെ ആ യുദ്ധം? ഗുഡ് മോർണിംഗ് വായിച്ചു. 1971 യുദ്ധം ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നു ചേർന്ന ഒരു ഈവൻ്റായിരുന്നു ഈ 1971 യുദ്ധം. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വാജിദ് ഇപ്പോൾ പറഞ്ഞ പോലെ 1948 നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്കർമിഷ് ഉണ്ടായി. അത് ഏറെക്കുറെ സ്റ്റേൽമേറ്റ് ആയിരുന്നു. അവർ നമ്മുടെ കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. അതാണ് ഇന്ന് അവർ പറയുന്ന ആസാദ് കാശ്മീർ, നമ്മൾ പറയുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. പിന്നീട് 1962 ഇൻഡോ ചൈന വാർ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരാജയമായിരുന്നു. ഒരിക്കലും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു പരാജയം. അത് കഴിഞ്ഞ് 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി. അതും ഏറെക്കുറെ ഒരു സ്റ്റെയിൽമേറ്റിലാണ് അവസാനിച്ചത്. പിന്നീടാണ് ഈ 1971 യുദ്ധം. 1971 ഈ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെ 2 കഷ്ണമായിട്ട് മുറിച്ചു എന്ന് വേണം പറയാനായിട്ട്. അതാണ് ആക്ച്വലി സംഭവിച്ചത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് അന്നത്തെ പാകിസ്ഥാൻ സ്ഥിതി ചെയ്തത്. 1971 യുദ്ധത്തിൽ ഇത് രണ്ടും നമ്മൾ 2 കഷ്ണങ്ങളാക്കി മാറ്റി. മാത്രമല്ല 93,000, അതായത് 93,000 പട്ടാളക്കാരെ നമ്മൾ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് പിടിച്ചു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇത്ര വലിയ ഒരു സറണ്ടർ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ, സാധാരണ ഏതെങ്കിലും ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ആക്രമിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രം ഈ പിടിച്ചെടുത്ത രാഷ്ട്രത്തിൻ്റെ ഒരു കോളനിയായിട്ട് മാറാറാണ് സ്ഥിതി.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാനെ ലിബറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം യാതൊരുവിധ ഉപാധികളും കൂടാതെ, യാതൊരുവിധ കണ്ടീഷൻസും കൂടാതെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അതിനുശേഷം നമ്മൾ യാതൊരു വിധത്തിലും ഈസ്റ്റ് പാകിസ്ഥാനിൻ്റെ, അതായത് പിന്നീടുണ്ടായ ബംഗ്ലാദേശിൻ്റെ ഒരു എഫ്ഐആറിലും നമ്മൾ ഇടപെടാൻ പോയിട്ടില്ല. ഓക്കെ. മാത്രമല്ല, നമ്മൾ യുദ്ധത്തിൽ എന്തൊക്കെ പിടിച്ചെടുത്തോ, അതായത് വെസ്റ്റേൺ സെക്ടറിൽ നമ്മൾ ഏകദേശം ഒരു 15,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ പിടിച്ചെടുത്തിരുന്നു. അതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. സോ നമ്മൾ എന്നും പറയുന്ന ഫ്രീഡം, ഡെമോക്രസി, സെക്കുലറിസം, ഈ മൂല്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ 1971 യുദ്ധത്തിൽ പോയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ധർമ്മയുദ്ധമായിരുന്നു. അതുതന്നെയാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്തത്. 71 യുദ്ധസമയത്ത് സാറ് സർവീസിലുണ്ടായിരുന്നോ? എന്തായിരുന്നു, എങ്ങനെയാണ് അപ്പോഴത്തെ ഒരു സാഹചര്യം? സാറിൻ്റെ ഒരു അനുഭവം, ആ സമയത്തുള്ള അനുഭവം എങ്ങനെയായിരുന്നു? വൈജിത്, ഞാൻ 1968 ആർമിയിൽ ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് 15.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ EME കോറിൽ ഒരു അപ്രൻറ്റീസായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. 3 വർഷത്തെ ട്രെയിനിങ്. 1971 ജൂൺ മാസത്തിൽ ട്രെയിനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ എൻട്രി സ്കീമായിരുന്നു അപ്രൻറ്റീസ് എന്ന് പറയുന്നത് EMEയിൽ. ഈ 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ഡിപ്ലോമ ഒക്കെ കിട്ടി. അങ്ങനെ പട്ടാൻകോട്ട് ലൊക്കേറ്റ് ഉണ്ടായിരുന്ന ഒരു EME വർക്ക്ഷോപ്പിലേക്കായിരുന്നു എൻ്റെ പോസ്റ്റിംഗ്. ഞാൻ വർക്ക്ഷോപ്പിൽ എത്തുന്ന സമയത്ത് തന്നെ 1971 ഡിസംബർ മാസത്തിൽ നടന്ന യുദ്ധത്തിൻ്റെ ഏറെക്കുറെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധം നടക്കുമ്പോൾ എനിക്ക് അന്ന് ഒരു 19 വയസ്സ് തികഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ EMEയിൽ, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, EME ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സർവീസാണ്. എഫക്റ്റീവ്ലി നമ്മൾ യുദ്ധത്തിൽ നേരിട്ടിട്ടുള്ള ഫൈറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല. പിന്നെ എൻ്റെ പ്രായം, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. എനിമിയുടെ എയർക്രാഫ്റ്റ് വരുന്നു. പട്ടാൻകോട്ട് അന്ന് ഒരു വലിയ ഒരു ലോജിസ്റ്റിക് ഹബ്ബായിരുന്നു. നമ്മുടെ ആക്ച്വലി സപ്ലൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അവിടെ നിന്നായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്യൂണിഷൻ ഡംപ് ഉണ്ട്, അവിടെ ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ട്, റെയിൽ ഹെഡ് ഉണ്ട്, പെട്രോളിയം, ഇതെല്ലാം അന്ന് പട്ടാൻകോട്ട് നിന്നാണ് പോകുന്നത്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ്റെ എയർക്രാഫ്റ്റുകൾ വന്ന് ബോംബ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു ജക്കി ബ്രിഡ്ജ്. ഇതിൻ്റെ വേദിക്ക് എയർക്രാഫ്റ്റ് വരുമ്പോൾ സൈറൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ബങ്കറിലേക്ക് പോകും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈറൻ നിൽക്കും, നമ്മൾ പുറത്തോട്ട് വരും. പിന്നെ ഞങ്ങളുടെ അന്നത്തെ റിപ്പയർ വർക്ക്സ് മുഴുവനും രാത്രിയായിരുന്നു. വാസ്തവത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷൻ നമുക്കില്ലായിരുന്നു. അവിടെ എന്ത് നടക്കണോ, ബംഗ്ലാദേശിൽ എന്ത് നടക്കണമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു കാര്യങ്ങളിങ്ങനെ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. യുദ്ധം എക്സാക്ട്ലി എന്നാ തുടങ്ങിയതെന്ന് നമുക്കറിയാം. കാരണം 3-ാം തീയതി വൈകുന്നേരം ഒരു 5-5:30 മണിയോട് കൂടിയിട്ട് പട്ടാൻകോട്ട് അവിടുത്തെ ചക്കി ബ്രിഡ്ജിൻ്റെ മീതെ ഭയങ്കര എയർ അറ്റാക്ക് ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി നമ്മുടെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യണു. അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല യുദ്ധത്തെ പറ്റി. അങ്ങനെ അവിടെ ഈ എയർക്രാഫ്റ്റ് വന്ന് നമുക്കപ്പോൾ തിരിച്ച് അതിനെ പ്രതിരോധിക്കുന്നതൊക്കെ ആ ഒരു നമ്മുടെ ഏരിയയിൽ നിന്നല്ല, പുറത്ത് നിന്നായിരുന്നു. അല്ല, നമുക്കിത് കാണാം. നമ്മളുടെ എയർ ഡിഫൻസ് ഗൺസ് ഉണ്ടല്ലോ, ഈ എയർ ഡിഫൻസ് ഗൺസ് ഫയർ ചെയ്യുന്ന ശബ്ദം നമുക്ക് കേൾക്കാം, ട്രേസേഴ്സ് പോകുന്നത് കാണാം. ഓ റൈറ്റ്. കൂടുതലും അറ്റാക്ക് അവരുടെ ഒന്നുമില്ല അതിരാവിലെ, അല്ലെങ്കിൽ പിന്നെ നല്ല രാത്രിയാവുന്നതിന് മുമ്പ്, സന്ധ്യാസമയം ഉണ്ടല്ലോ, ആ സമയത്തായിരുന്നു. അപ്പോൾ നമുക്കത് കാണാം. ഈ ഒരു യുദ്ധം 71 അത്രയും വിപുലമായൊരു യുദ്ധം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ, അതായത് അതൊരു അഭയാർത്ഥി പ്രവാഹവും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയ കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ചും ഒരു രാജ്യത്തെ രണ്ടായി മുറിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു യുദ്ധം മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു? 1947 പാകിസ്ഥാൻ ഫോം ചെയ്തു. അന്ന്
പാകിസ്ഥാൻ്റെ ഒരു ഭാഗം വെസ്റ്റ് പാകിസ്ഥാൻ, മറ്റേ ഭാഗം ഈസ്റ്റ് പാകിസ്ഥാൻ. ഈ രണ്ട് ഭാഗങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1600 കിലോമീറ്ററാണ്. അവിടേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ വഴി വേണം പോകാൻ, ഡയറക്റ്റ് റൂട്ടില്ല. സോ കരമാർഗം പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ കൂടെ പോകണം, വായുമാർഗം പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മേലെ കൂടെ പോകണം, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയെ ചുറ്റി സർക്യൂട്ട് ചെയ്തിട്ട് വേണം ജലമാർഗം അവിടേക്ക് പോകാനായിട്ട്. അത് കാരണത്താൽ തന്നെ ഈ രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അന്തരം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വെസ്റ്റ് പാകിസ്ഥാൻ്റെ പോപ്പുലേഷൻ ഏകദേശം 5.5 കോടിയായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ്റെ 7.5 കോടിയും. ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഈസ്റ്റ് പാകിസ്ഥാനെ ഒരു വാസൽ സ്റ്റേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയും. അതായത് അവിടുത്തെ ആൾക്കാരും ആ രാഷ്ട്രവും ഒരു സെക്കൻഡ് റേറ്റ് സിറ്റിസനായിട്ടാണ് വെസ്റ്റ് പാകിസ്ഥാനിലെ ലീഡേഴ്സ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, അന്ന് ജിന്നയാണല്ലോ പാകിസ്ഥാനെ ആക്ച്വലി ഫോം ചെയ്തത്. അപ്പോൾ ജിന്ന ഈസ്റ്റ് പാകിസ്ഥാനിലല്ല ജനിച്ചത്, റൈറ്റ്. അന്നത്തെ അവരുടെ പ്രൈം മിനിസ്റ്റർ ലിയാഖത്ത് അലി ഖാൻ, അദ്ദേഹം കർണാലിലാണ് ജനിച്ചത്. അപ്പോൾ ഇവർക്ക് ഈസ്റ്റ് പാകിസ്ഥാനെ ഒരുതരം പുച്ഛമായിരുന്നു വാസ്തവത്തിൽ. ഇവരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസനായിട്ട് കാണാൻ പ്രധാനപ്പെട്ടൊരു കാരണം ബംഗാളികൾ പൊതുവേ അധികം ഹൈറ്റില്ല, അധികം വെയിറ്റ് ഇല്ല, അവരുടെ കളർ ഇത്തിരി ഡാർക്കാണ്, അങ്ങനെയൊക്കെ. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ബംഗാളിൽ പ്രധാനമായിട്ടും ഉള്ളത് ബംഗാളി മുസ്ലിംസും അന്ന് ഏകദേശം ഒരു 23% ഹിന്ദുക്കളുമാണ് അവിടെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് മതത്തെക്കാളും പ്രാധാന്യം അവരുടെ ഭാഷയ്ക്കായിരുന്നു. സോ 1948 ജിന്ന ഒരു പ്രഖ്യാപനം നടത്തി. പാകിസ്ഥാൻ്റെ, അതായത് വെസ്റ്റ് പാകിസ്ഥാൻ്റെ ആയാലും ശരി ഈസ്റ്റ് പാകിസ്ഥാനിലെ ആയാലും ശരി, നാഷണൽ ലാംഗ്വേജ് ഉറുദു ആയിരിക്കുന്നു. അന്ന് വാസ്തവത്തിൽ 6 മുതൽ 8% വരെ ആൾക്കാർ ആണ് ഉറുദു ഭാഷ സംസാരിച്ചിരുന്നത്. പാകിസ്ഥാനിലും കൂടുതൽ ആൾക്കാരും പഞ്ചാബിയാണ് സംസാരിച്ചിരുന്നത്. പഞ്ചാബി, സിന്ധി, ആ വക ഭാഷകളാണ് സംസാരിച്ചത്. ഈ ഉറുദു ഭാഷ വെറും 6 മുതൽ 8% ആൾക്കാർ സംസാരിക്കുന്ന ആ ഒരു ഭാഷ ബംഗാളികളുടെ മീതെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് അവർക്ക് ഒരുപാട് വിദ്വേഷങ്ങളുണ്ടാക്കി. പിന്നെ വെസ്റ്റ് പാകിസ്ഥാനിലൊന്നും കാര്യമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. വരുമാനം മുഴുവനും, പ്രത്യേകിച്ച് എക്സ്പോർട്ടിൻ്റെ ഏകദേശം 70 മുതൽ 80% ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. അവിടുത്തെ കോട്ടൺ, ജൂട്ട്, ഇതൊക്കെ. അപ്പോൾ ഫോറക്സിനിൽ, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ 70% കൂടുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലും ഏറെക്കുറെ 30% വെസ്റ്റ് പാകിസ്ഥാനിലും വരുന്നു. പക്ഷേ ഈ ഫണ്ട്സ് അലോട്ട് ചെയ്യുമ്പോൾ, ബജറ്റ് രൂപീകരിക്കുമ്പോൾ നേരെ മറിച്ച്, അതായത് വെസ്റ്റ് പാകിസ്ഥാന് 70%, ഈസ്റ്റ് പാകിസ്ഥാന് വെറും 30%. അപ്പോൾ ഈ 30% പോലും ഇവർക്ക് മുഴുവൻ കൊടുക്കുന്നില്ല. അതായിരുന്നു വാസ്തവം. പിന്നെ അവിടുത്തെ കംപ്ലീറ്റ് ബ്യൂറോക്രസി, അത് വെസ്റ്റ് പാകിസ്ഥാൻ ഡോമിനേറ്റഡ് ആയിരുന്നു. ആർമിയിലത്തെ ഓഫീസേഴ്സിൻ്റെ സ്ട്രെങ്ത്തിൽ വെറും 5% മാത്രമേ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് ആർമി ആയാലും ശരി, നേവി ആയാലും ശരി, എയർഫോഴ്സ് ആയാലും ശരി, അത്രയേ ഉള്ളൂ. ഇനി സോൾജേഴ്സ് ആണെങ്കിലും അവരുടെ സ്ട്രെങ്ത്തും വളരെ വളരെ കുറവായിരുന്നു. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭാഷ ഇവരുടെ മീതെ അടിച്ചേൽപ്പിച്ചത് ഈസ്റ്റ് പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊരു കാര്യം.
1952 ഡാക്ക യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഒരു വലിയ പ്രക്ഷേപണം നടത്തി. അവർക്ക്, അതായത് ഈ സ്റ്റുഡൻസിന് ഒരു വലിയ ഒരു മൂവ്മെൻ്റായിട്ടാണ് അത് തോന്നിയത്. പക്ഷേ വെസ്റ്റ് പാകിസ്ഥാൻ ഈ കുട്ടികളുടെ പ്രതിഷേധത്തെ ശരിക്കും അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഓക്കെ, 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ സമയത്ത് ഈസ്റ്റ് പാകിസ്ഥാനിൽ വെറും ഒരു ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ഡിവിഷൻ. അന്ന് ഇന്ത്യ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഈസ്റ്റ് പാകിസ്ഥാൻ പിടിച്ചടക്കാമായിരുന്നു. അന്ന് വെസ്റ്റ് പാകിസ്ഥാൻ അവരുടെ ഒരേ ഒരു ലക്ഷ്യം അവർക്ക് കാശ്മീരിനെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അന്ന് അയൂബ് ഖാനായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിലെ പ്രസിഡൻറ്റ്. അയാൾ പിന്നീട് സ്വയം ഫീൽഡ് മാർഷലായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തില്ല. ഈസ്റ്റ് പാകിസ്ഥാന് കൊടുത്തില്ല. ഈസ്റ്റ് പാകിസ്ഥാന് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തില്ല. അപ്പോൾ വരുമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മിലിറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 1970 അവിടെ അതായത് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു ഭയങ്കര ചുഴലിക്കാറ്റ് വന്നു. അതിനെ സൈക്ലോൺ ഭോല എന്നാണ് പറയുന്നത്. ഏകദേശം 3 ലക്ഷം മുതൽ 5 ലക്ഷം ആൾക്കാർ ആ ചുഴലിക്കാറ്റിൽ കൊല്ലപ്പെട്ടു. 3 ലക്ഷം മുതൽ 5 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ട ചുഴലിക്കാറ്റ് സൈക്ലോൺ ഭോല. പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെസ്റ്റ് പാകിസ്ഥാൻ, സമയത്തിന് യാതൊരു വിധത്തിലുള്ള റിലീഫും അവിടേക്ക് എത്തിച്ചില്ല. റൈറ്റ്. അത് കാരണത്താലേ അവിടെ ചുഴലിക്കാറ്റ് കൂടാതെ അന്ന് ഇഞ്ചേർഡായിരുന്ന ഒട്ടനേകം ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇവർ കരുതിക്കൂട്ടിയിട്ട് സഹായങ്ങൾ എത്തിച്ചില്ല. സഹായം എത്തിക്കുന്നത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. ഇന്ത്യ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു. നമ്മൾ അന്ന് $1.3 മില്യൺ ഈസ്റ്റ് പാകിസ്ഥാന് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തു. റിലീഫ് മെറ്റീരിയൽസും എത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ എയർഫോഴ്സിനെ ഈസ്റ്റ് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെസ്റ്റ് പാകിസ്ഥാൻ പറഞ്ഞു. റൈറ്റ്. അത് വലിയ ഒരു ഫാക്ടറായിരുന്നു. അന്ന് മുജിബുർ റഹ്മാൻ പറഞ്ഞു, ഇവിടെ ഇത്രയധികം പട്ടാളക്കാരുണ്ട്, നമ്മുടെ ഡെഡ് ബോഡീസ് ബറി ചെയ്യാനായിട്ട് റെഡ് ക്രോസിലുള്ള ആൾക്കാർ വരണ്ടായി വന്നു. റെഡ് ക്രോസിലുള്ള ആൾക്കാരാണ് അവിടെ ഇവരുടെ ഈ ബറിയലും പരിപാടിയൊക്കെ നടത്തുക. ഇന്ത്യയെ എയർ വഴി അവിടെ എത്താനായിട്ട് ഇവർ നിഷേധിക്കാൻ വേറെ ഒരു കാരണമുണ്ടായി. ഈ കാരണം 1970 ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് വരുന്ന നമ്മുടെ ഒരു എയർക്രാഫ്റ്റ്, അതിൻ്റെ പേര് ഗംഗ എന്നായിരുന്നു. ഈ ഗംഗ എയർക്രാഫ്റ്റിനെ അന്നത്തെ, അതായത് ജമ്മു കാശ്മീരിലെ 2 ടെററിസ്റ്റുകൾ, JKLFൻ്റെ മുമ്പത്തെ രൂപത്തിലുള്ള 2 ടെററിസ്റ്റുകൾ, ഇവർ ഇവിടെ നിന്ന് ലാഹോറിലേക്ക് ഹൈജാക്ക് കൊണ്ടുപോയി. ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവരെ റിസീവ് ചെയ്തത് ബൂട്ടുമായിരുന്നു. ആ എയർക്രാഫ്റ്റിൽ 32 ആൾക്കാരുണ്ടായിരുന്നു. ഇവരുടെ ആവശ്യം ജമ്മു കാശ്മീരിലെ പല ജയിലുകളിലുണ്ടായിരുന്ന 33 ടെററിസ്റ്റ് ലീഡേഴ്സിനെ റിലീസ് ചെയ്യണം. ഇന്ത്യ അത് സമ്മതിച്ചില്ല. നിവൃത്തിയില്ലാതെ ഈ എയർക്രാഫ്റ്റിലുണ്ടായിരുന്ന 32 പാസഞ്ചേഴ്സിനെ ഇവർ ബൈ ബസ്
ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ 2 ടെററിസ്റ്റുകളും പാകിസ്ഥാനിലത്തെ അന്ന് ആ എയർപോർട്ടിലുണ്ടായിരുന്ന കുറേ ആൾക്കാരും കൂടെ അവിടെ വന്നു അതിന് ചുറ്റും ഡാൻസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ഈ എയർക്രാഫ്റ്റിന് തീ കൊടുത്തു. തീ കൊടുത്തപ്പോൾ ഭൂട്ടോ കൈയടിച്ചു. ഇത് നടന്നത് ഭൂട്ടോൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ അത് മറ്റൊരു കാര്യം. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് ബിൽഡപ്പ് ചെയ്യണം. ബംഗ്ലാദേശിൽ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവിടെ ഒരു ലീഡർ പൊന്തി വന്നു, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ. 1967 മുതൽ 69 വരെ ബംഗ്ലാദേശിലെ ആൾക്കാർക്ക്, അതായത് നമ്മളിപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് സംഗതി വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ അന്ന് മുജിബുർ റഹ്മാൻ ഒരു 6 പോയിൻ്റ് പ്രോഗ്രാം വെസ്റ്റ് പാകിസ്ഥാന് മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫീൽഡ് മാർഷൽ അയൂബ് ഖാനാണ് അന്നത്തെ അവിടുത്തെ പ്രസിഡൻറ്റ്. ഈ 6 പോയിൻ്റ് പ്രോഗ്രാം ഈസ്റ്റ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് അവർ പറഞ്ഞു, ഈ ഫോറക്സ് ഉണ്ടല്ലോ, ഫോറിൻ എക്സ്ചേഞ്ച്, ആ വരുമാനം ഓരോ വിഭാഗങ്ങളും, അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ എത്ര പൈസ ഫോറക്സ് വഴി നേടുന്നു അത് അത്രയും പൈസ അവർക്ക് കൊടുക്കണം. വെസ്റ്റ് പാകിസ്ഥാൻ എത്ര പൈസ ഉണ്ടാക്കുന്നു ആ പൈസ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അതിന് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു റേഷ്യോ അനുപാതം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളുണ്ടല്ലോ, ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ആ വക കാര്യങ്ങൾക്ക് ആവശ്യമായുള്ള പൈസ അഡീഷണലായിട്ട് കൊടുക്കാം. ഇവരുടെ രണ്ടാമത്തെ ഈ 6 പോയിൻറ്റിലെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സ്റ്റേറ്റായിട്ട് പാകിസ്ഥാൻ മാറണം. അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ്റെ ഭരണം ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ലീഡേഴ്സ്, വെസ്റ്റ് പാകിസ്ഥാനിൽ നോക്കും. മറ്റൊരാവശ്യം, നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് അന്ന് കറാച്ചിയിലായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്കാണ് കൂടുതൽ ത്രെറ്റ്, അത് കാരണം നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് ചിറ്റഗോങ്ങിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അത് മറ്റൊരു ഇവരുടെ ആവശ്യമായിരുന്നു. പിന്നെ ഇവർ വെച്ച വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 6 പോയിൻ്റ് പ്രോഗ്രാമിൽ മുജിബുർ റഹ്മാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, എലക്ഷൻ നടക്കുമ്പോൾ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് ജനപ്രതിനിധികളുടെ അനുപാതം ഓരോ ഭാഗത്തിലും ഉള്ള പോപ്പുലേഷൻ്റെ സ്ട്രിക്റ്റ് അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 കോടി ജനങ്ങളുള്ള ഈസ്റ്റ് പാകിസ്ഥാനിൽ കൂടുതൽ സീറ്റുകളും 5.5 കോടി ജനങ്ങളുള്ള വെസ്റ്റ് പാകിസ്ഥാന് കുറവ് സീറ്റുകളേ കിട്ടുള്ളൂ. അത് വെസ്റ്റ് പാകിസ്ഥാന് ഒരു വിധത്തിലും സമ്മതിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അവരെങ്ങനെ സമ്മതിക്കും? കാരണം ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ള ആൾക്കാർ മുഴുവനും ബംഗാളികളാണ്. അവർ തമ്മിൽ നല്ല ഒരു പരസ്പര ധാരണയുണ്ട്, വിശ്വാസമുണ്ട്. ഒരു ഇലക്ഷൻ നടന്നാൽ ഇവിടെ ഏത് പാർട്ടി മത്സരിച്ചാലും അന്ന് അവാമി ലീഗാണ് അവിടുത്തെ ഒരു പ്രൊമിനൻ്റ് പാർട്ടി. അവരുടെ കൂടുതൽ ആൾക്കാർ ജയിക്കുന്ന വെസ്റ്റ് പാകിസ്ഥാനിലുള്ള ലീഡേഴ്സിനറിയാം. സോ അത് അവർക്കൊട്ടും സമ്മതമായിരുന്നില്ല. ഇനി ഏറ്റവും ലാസ്റ്റിൽ ഇവർ പറഞ്ഞ് 2 റിസർവ് ബാങ്ക് വേണം, ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനിലും ഒന്ന് ഈസ്റ്റ് പാകിസ്ഥാനിലും. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അയൂബ് ഖാൻ ആകെ കൂടെ ഇളകി മറിഞ്ഞു. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടികിട്ടില്ല. അങ്ങനെ മുജീബ് റഹ്മാനെ ആയിട്ട് ഡിസ്കഷന് വിളിച്ചു. മുജീബ് റഹ്മാൻ പറഞ്ഞു നോ, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം. അവസാനം ഇയാൾക്ക് മനസ്സിലായി ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? യാതൊരുവിധ കണ്ടീഷൻസും കൂടാതെ യാഹ്യ ഖാനെ 1969 ഭരണമേൽപ്പിക്കുകയാണ്. 1969 മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് 1971-72 വരെ
പിന്നെ യാഹ്യ ഖാനാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ഒരു എംഫസൈസ് ചെയ്തിട്ട് പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ബോല എന്ന് പറയുന്ന ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റ് അവിടെയുള്ള തജുമുദ്ദീൻ ഉപജില്ല എന്ന് പറയുന്ന ആ ഉപജില്ല ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു നമുക്കൊരു താലൂക്ക് എന്നൊക്കെ പറയാം. താലൂക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ടോട്ടൽ 1.67 ലക്ഷം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. വാജിദ് അതിൻ്റെ 45% പീപ്പിൾ ഗോട്ട് കിൽഡ്. 45%. അവർക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തുന്നത് തന്നെ 8-9 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ സൈക്ലോൺ അവിടെ നടക്കുമ്പോൾ യാഹ്യ ഖാൻ അന്ന് ചൈനയിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇവിടെ വന്ന്, അതായത് ഈസ്റ്റ് പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു ടോക്കൺ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു കുറച്ച് തെറ്റുകൾ വന്നു, കുറച്ച് കുറവുകൾ വന്നു, പക്ഷെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ അത് ഒരിക്കലും മറന്നില്ല. 1971 ഞാൻ പറഞ്ഞല്ലോ ആവുമ്പോഴത്തിന് സംഗതികൾ ആകെ കൂടെ വഷളായി. അതിനു മുമ്പ് 1970 പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ജനറൽ ഇലക്ഷൻ നവംബർ 8-ാം തീയതിയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആൾക്കാർ വിചാരിച്ചു എന്നാൽ ഇലക്ഷൻ പോസ്റ്റ്പോൺ ആവുന്നു. പക്ഷേ ഇലക്ഷൻ പോസ്റ്റ്പോൺ ആയില്ല. 2 ഭാഗങ്ങളിലും കൂടിയിട്ട് 313 സീറ്റുകളാണ്. അതിൽ 13 സീറ്റ് നോമിനേഷൻ, 300 സ്ഥലത്തേക്കാണ് ഇലക്ഷൻ, 300 സീറ്റിലേക്കാണ് ഇലക്ഷൻ. ഈ ഇലക്ഷനിൽ അവാമി ലീഗ് 169 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചു. അവർക്ക് 167 സീറ്റ് കിട്ടി. നെക്സ്റ്റ് പാർട്ടി, അതായത് ഭൂട്ടോൻ്റെ PDPക്ക് കിട്ടിയത് വെറും 88 സീറ്റുകളാണ്. സ്വാഭാവികമായിട്ടും അവാമി ലീഗ് ആണ് ഗവൺമെൻറ് ഫോം ചെയ്യേണ്ടത്. മുജിബുർ റഹ്മാൻ പ്രധാനമന്ത്രിയാവും. ഇത് ഒരു വിധത്തിലും ഭൂട്ടോയ്ക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ ഭൂട്ടോയുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇയാൾ യാഹ്യ ഖാൻ്റെ മീതെ പ്രഷർ തുടങ്ങി. യാഹ്യ ഖാൻ പല എക്സ്ക്യൂസുകളും പറഞ്ഞു നോക്കി ആദ്യം, പക്ഷേ മുജിബുർ റഹ്മാൻ ഒന്നും സമ്മതിച്ചില്ല. അവസാനം യാഹ്യ ഖാൻ പറഞ്ഞു ഓക്കെ, ഈസ്റ്റ് പാകിസ്ഥാനിലെ നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ആവുക, വെസ്റ്റ് പാകിസ്ഥാനിൽ ഭൂട്ടോ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ. ഭൂട്ടോയ്ക്ക് അതും സമ്മതമായിരുന്നില്ല. ഭൂട്ടോ പറഞ്ഞു ഇയാളെ ഞാൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യാം. ഭൂട്ടോ പറഞ്ഞു. അത് ഈസ്റ്റ് പാകിസ്ഥാൻ സമ്മതിക്കുമോ? അവർ സമ്മതിച്ചില്ല. അവസാനം മാർച്ച് മാസം ആയപ്പോൾ യാഹ്യ ഖാൻ ആ ഇലക്ഷൻ റിസൾട്ട് നൾ ആൻഡ് വോയിഡ് ആക്കി. അതോടുകൂടിയിട്ട് ബംഗ്ലാദേശിലെ ജനങ്ങൾ ആകെ ഇളകി മറിയാണ്. ഇനിയിപ്പോൾ എന്താ? അങ്ങനെ മാർച്ച് മാസം 5-ാം തീയതി 1971 ഡാക്ക റേസ് കോഴ്സിൽ വെച്ച് മുജിബുർ റഹ്മാൻ്റെ ഒരു പ്രസംഗമുണ്ടായി. അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് കഥ തന്നൂടാ, ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം. അതുകൊണ്ട് നമുക്കിനി ഏതുവരെ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അതുവരെ നമ്മൾ വെസ്റ്റ് പാകിസ്ഥാനായിട്ട് യാതൊരു വിധത്തിലും സഹകരിക്കില്ല. ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നും ഓഫീസിൽ പോകരുത് എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേന് ഈസ്റ്റ് പാകിസ്ഥാനിൽ വന്ന പാകിസ്ഥാൻ്റെ ഒരു ഷിപ്പ്, മിലിറ്ററിയുടെ ആയുധങ്ങളും അമ്യൂണിഷനായിട്ട് വന്ന ഒരു ഷിപ്പാണ്. ആ ഷിപ്പിലുള്ള സാധനങ്ങൾ അൺലോഡ് ചെയ്യാനായിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിലെ ലേബറേഴ്സ് ആൻഡ് വർക്കേഴ്സ് അവർ റിഫ്യൂസ് ചെയ്തു. ഇത്രയായപ്പോഴത്തേന് സംഗതി വളരെ വളരെ മോശമായി. അങ്ങനെ ജനങ്ങളാകെ ഇളകി മറിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 12-ാം തീയതി, മാർച്ച് 12-ാം തീയതി ബംഗ്ലാദേശിലെ ആൾക്കാർ ഏകദേശം 300ഓളം ബീഹാരികളെ കൊന്നൊടുക്കി.
അപ്പോൾ ബീഹാരികൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ആയിട്ട് കുറേ ആൾക്കാർ ബംഗ്ലാദേശിലേക്ക് പോയി. അപ്പോൾ അതിൽ അസാമിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുമുണ്ട്, ബംഗാളിൽ നിന്ന് പോയുള്ള ആൾക്കാരുമുണ്ട്, മേഘാലയയിൽ നിന്ന് പോയുള്ള ആൾക്കാരുണ്ട്, ബീഹാറിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരുമുണ്ട്. പക്ഷേ ഇവരെ എല്ലാവരെയും ബംഗാളികൾ ബീഹാരിൽ നിന്നാണ് വിളിക്കുക. അങ്ങനെ ഏകദേശം ഒരു 300ഓളം ഈ ബീഹാരികളെ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ കൊന്നൊടുക്കി. അത് വീണ്ടും വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. ഇത്തരം പ്രശ്നങ്ങളായപ്പോൾ ഇനി ഇവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല, എന്നാൽ ഇനി ഇവിടെയുള്ള ഈ എജിറ്റേഷൻ, അപ്പോൾ ഇവർക്ക് പാകിസ്ഥാനൊരു കാര്യം കിട്ടിയല്ലോ, വെസ്റ്റ് പാകിസ്ഥാനൊരു കാര്യം കിട്ടി ഇവിടെ മിലിറ്ററിയിൽ ഇൻ്റർഫിയർ ചെയ്യാനായിട്ട്. അങ്ങനെ 1971 മാർച്ച് 25 വെസ്റ്റ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ നിയോഗിച്ചത് ലഫ്റ്റനൻറ്റ് ജനറൽ ടിക്കാഖാനെയാണ്. ലഫ്റ്റനൻറ്റ് ജനറൽ ടിക്കാഖാൻ വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ജനറലായിരുന്നു. അതുവരെ അയാൾ അറിയപ്പെട്ടിരുന്നത് ബുച്ചർ ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ്. അതായത് 1971 മുമ്പ് ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടുത്തെ ആ പ്രശ്നം, മൈൻഡ് യു, അന്ന് അതായത് 1971 ടിക്കാഖാൻ അവിടെ ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് ബലൂചിസ്ഥാൻ വാസ് എ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്. അത് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. അങ്ങനെ അവർ പിന്നെ അവരുടെ ഗവൺമെൻറ്റൊക്കെ ഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു പിടിച്ചപ്പോഴാണ് പിന്നെ പാകിസ്ഥാൻ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വിട്ടുപോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ടിക്കാഖാനെ അവിടെ എംപ്ലോയ് ചെയ്തത്. അപ്പോൾ ടിക്കാഖാൻ വാസ് എ ഗ്രേറ്റ് സക്സസ്. അങ്ങനെ ടിക്കാഖാനെയാണ് ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയച്ചത്. മാർച്ച് മാസം 25 മുമ്പ്, അതായത് 22 യാഹ്യ ഖാൻ ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് നടത്തി. അവിടെ പോയിട്ട് വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു. മാർച്ച് മാസം 25 രാത്രി ഏറ്റവും ആദ്യമായിട്ട് വെസ്റ്റ് പാകിസ്ഥാൻ ആർമി ഡാക്ക യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുകയാണ്. ഡാക്ക യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ചു. അവിടെ മെയിലുണ്ട്, ഫീമെയിലുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടെയുള്ള സ്റ്റുഡൻസിനെ മുഴുവൻ നിർദാക്ഷിണ്യം കൊന്നെടുക്കുകയാണുണ്ടായത്. അതോടുകൂടി എജിറ്റേഷൻ ഈസ്റ്റ് പാകിസ്ഥാനിലെ എല്ലാ ഭാഗത്തേക്കും. ഇത് കഴിഞ്ഞ ഉടനെ അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ രമണ കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പുരാതനമായിട്ടുള്ള ഏകദേശം 3000 കൊല്ലം പഴക്കമുള്ളതാണെന്ന് പറയുന്നു. 3000 കൊല്ലം പഴക്കമുള്ള ഒരു ഡാക്കയുടെ തൊട്ടടുത്താണ് ഈ രമണ കാലി മന്ദിർ. അവിടെ തൊഴാൻ പോയിട്ടുണ്ടായിരുന്ന 100-300 പേരുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ആയപ്പോൾ കുറച്ച് മുസ്ലിം റെഫ്യൂജീസ് അടക്കം ഈ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ പാകിസ്ഥാൻ പട്ടാളക്കാർ ചെന്നു. അതിനകത്ത് ജാലിയൻ ബാഗിൽ നടന്ന അതേ ആക്ട് അവിടെ റിപ്പീറ്റ് ആവുകയാണ്. ഒരാൾക്ക് പോലും അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. എല്ലാവരെയും വെടിവെച്ചു, സകലത്തിനെയും കൊന്നു. മാർച്ച് മാസം 25 രാത്രി 10:30 മണിക്ക് മുജിബുർ റഹ്മാനെ ഇവർ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശ് ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വരായിരുന്നു. ഹി കുഡ് ഹാവ് എസ്കേപ്ഡ്. പക്ഷേ അദ്ദേഹം അതിന് തുനിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അനുയായിയായ ജിയാവുർ റഹ്മാനോട്, അദ്ദേഹം പിന്നീട് അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആവുകയുണ്ടായി ഈസ്റ്റ് പാകിസ്ഥാനിൽ, അത് വേറൊരു കഥയാണ്. ജിയാവുർ റഹ്മാനോട് പറഞ്ഞു, നീ നാളെ ഡിക്ലെയർ ചെയ്യണം ബംഗ്ലാദേശ് ഒരു ഇൻഡിപെൻഡൻറ്റ് രാഷ്ട്രമാണ്. പിറ്റേ ദിവസം അതാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ജിയാവുർ റഹ്മാൻ ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രിയാണ് ചോദിച്ചു. ഇതിന് ശേഷം
പാകിസ്ഥാൻ ആർമി ദേ ലെറ്റ് ലൂസ് എ റെയിൻ ഓഫ് ടെറർ. ശരിക്ക് പറഞ്ഞാൽ ഒരു റേഷ്യൽ ജനോസൈഡ് എന്ന് വേണം പറയാനായിട്ട്. ഏകദേശം 3 ലക്ഷം മുതൽ 5 ലക്ഷം ജനങ്ങളെ ഇവർ കൊന്നൊടുക്കി. 3 ലക്ഷം മുതൽ 7 ലക്ഷം സ്ത്രീകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. ആ സ്ത്രീകളിൽ ഹിന്ദുക്കളായിരുന്ന സ്ത്രീകളെ മുഴുവനും ഇവർ വെടിവെച്ചു കൊന്നു. മുസ്ലിം സ്ത്രീകളെ കൊന്നില്ല. കാരണം എന്താ? ഇനി അവരിൽ നിന്നുണ്ടാവുന്ന കുട്ടികൾ അവരിൽ പാകിസ്ഥാൻ ബ്ലഡ് ഉണ്ടാവുകയും പാകിസ്ഥാൻ്റെ ജീൻസ് അവരിൽ ഉണ്ടാവുകയും അതുവഴി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ ജനത ഉണ്ടാവുമെന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇവർ ഈ മുസ്ലിം സ്ത്രീകളെ. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 3 കോടി ജനങ്ങൾ, ആകെ കൂടെ അവിടെ 7 കോടി ജനങ്ങളാണ്, അവർ ഇൻറ്റേർണലി ഡിസ്പ്ലേസായി. ഇൻറ്റേർണലി ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യാണ്. ഏകദേശം 1 കോടിയോളം റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഇവർ കിടക്കുമ്പോൾ നമ്മളുടെ ബോർഡർ മുഴുവനും ഓപ്പൺ ചെയ്തു. ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നത് ബംഗാളിലേക്കാണ്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടുതലായി കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ചെറിയ ഒരു ബ്രീഫ് ഈ യുദ്ധത്തിലേക്ക് പെട്ട കാരണം.